അപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇൻഷാ അള്ളാ എന്ന് പറയണം എന്നാണ് മഹത്തുക്കളായ ആളുകൾ പറയുന്നത്. അത് മറന്നുപോയാലോ കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് പറയണം? ഇൻഷാ അള്ളാ ഓർമ്മ വരും ഇൻഷാ അള്ളാ എന്ന് പറയണം. ഖുർആനിൽ വിവിധ സന്ദർഭങ്ങളിൽ അത്തരം രംഗങ്ങൾ നമുക്ക് കാണാം. പ്രവാചകന്മാർ പറഞ്ഞത്, മൂസാ നബി അലൈഹിസ്സലാമും ഖിദർ നബി അലൈഹിസ്സലാമും തമ്മിൽ നടക്കുന്ന സംഭാഷണം, ഖാല സതജിദുനി ഇൻഷാ അല്ലാഹു സ്വാബിറൻ വലാ അഅ്സി ലക അംറാ. താങ്കൾ ഉദ്ദേശിക്കുന്ന പക്ഷം ക്ഷമയുള്ളവനായി താങ്കൾ എന്നെ കണ്ടെത്തുന്നതാണ്. ഞാൻ താങ്കളുടെ ഒരു കൽപ്പനക്കും എതിര് പ്രവർത്തിക്കുന്നതല്ല. 18-ാം അധ്യായം 69-ാമത്തെ ആയത്ത്. പരിശുദ്ധ ഖുർആനിലെ 28-ാം അധ്യായം 27-ാം വചനത്തിലും ഷുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നിടത്ത് കാണാം. ഷുഐബ് നബി അലൈഹിസ്സലാമിന് വിവാഹം ചെയ്തു കൊടുക്കുന്ന ഘട്ടത്തിൽ കുട്ടിയുടെ പിതാവ് പറയുന്നത്, നീ എനിക്ക് 8 വർഷം കൂലിവേല ചെയ്തു തരാമെന്ന വ്യവസ്ഥയിൽ എൻ്റെ പെൺമക്കളിൽ നിന്ന് ഒരാളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരുന്നു. നീ 10 വർഷം പൂർത്തീകരിക്കുകയാണെങ്കിൽ നിനക്ക് നിൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യാം. അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്നെ നിനക്ക് സ്വാലിഹീങ്ങളിൽപ്പെട്ടവനായി കാണാൻ കഴിയും. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാലിഹീൻ എന്ന് പറയുന്നുണ്ട്. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ എന്ന് മറ്റൊരിടത്ത് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അതായത് അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്നെ ക്ഷമാശീലരിൽ നിനക്ക് കണ്ടെത്താൻ കഴിയും എന്ന്.